ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഹാപ്പി ന്യൂ ഇയർ. എൻ്റെ ന്യൂ ഇയറിലെ ഫസ്റ്റ് വീക്ക്ലി വ്ളോഗാണ് കേട്ടോ ഇത്. അപ്പോൾ ചാർലി വന്നതിന് ശേഷം ദിസ് ഇസ് ഹൗ ആ മോർണിംഗ്സ് ആ. ഉച്ചയ്ക്ക് എഴുന്നേറ്റ് ചാർലിക്കും കൂടെ ഇപ്പോൾ ഒരു കെട്ടിപ്പിടിച്ചൊരു ഗുഡ് മോർണിംഗ് പദവുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസത്തെ വ്ളോഗിൽ നിങ്ങൾ കണ്ടാണ് ദീപക്കേട്ടനും പിള്ളേരൊക്കെ വന്ന് എന്തുമാത്രം കൊച്ചുബേബി ആഘോഷിച്ചു എന്നുള്ളത്. ഒരാൾ അർജുൻ ചേട്ടൻ്റെ ക്ലാബ് ബോക്സിൽ മ്യൂസിക് ഇട്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത്, ദീപക്കേട്ടനും പിള്ളേരുമായിട്ട് കൊച്ചുബേബി ഒത്തിരി അങ്ങ് സെറ്റായി നല്ലോണം ടൈം സ്പെൻഡ് ചെയ്തായിരുന്നു, നല്ല എൻജോയ് ചെയ്തായിരുന്നു. അപ്പോൾ അവർ വീണ്ടും കൊച്ചേബിയെ കാണാനായിട്ട് വന്നിരുന്നു കേട്ടോ. പിന്നെ ചാർലി വന്നതും കൂടി അറിഞ്ഞിട്ട് ചാർലിയെ കാണാനും കൂടിയിട്ടാണ് അവർ വന്നത്. അപ്പം ദേ ഹാഡ് എ വണ്ടർഫുൾ ടൈം ടുഗെദർ. രാവിലെ ഫുള്ള് പട്ടിക്കുട്ടികളും കുട്ടിപ്പിള്ളേരും എല്ലാവരും കൂടി ചേർന്ന് ഒരേ ഓടിക്കളിയും ബഹളമായിരുന്നു. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ഹാപ്പിയെ കുറച്ച് നാളായി ഒന്ന് ഗ്രൂം ചെയ്തിട്ട്, അതായത് ഹെയർ ഷോർട്ട് ആക്കിയിട്ട്, അപ്പം വീണ്ടും പപ്പി കട്ട് ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചു. ഹാപ്പിയും കൊണ്ട് ആ കുഞ്ഞാവ റോംസൺ റാക്സിലോട്ട് പോവാണ്. ഇത് അന്നത്തെ ദിവസം ഈവനിങ് ആണ്. ഇവിടെ നമ്മൾ വീട്ടിൽ ന്യൂ ഇയർ പാർട്ടി അതിനുള്ളൊരു സെറ്റപ്പ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഫുൾ നിങ്ങൾ കഴിഞ്ഞ വ്ളോഗിൽ കണ്ടു കാണും. കുഞ്ഞാവ, അർജുൻ ചേട്ടനും പിന്നെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ കൂടെ ചേർന്നിട്ടാണ് ഫുൾ ഡെക്കർ ചെയ്തത്. ഇത് നമ്മുടെ സ്വന്തം ഉണ്ണിക്കുട്ടൻ. ആൻഡ് എത്തിയിരിക്കുന്നു നമ്മുടെ ദേവി. എല്ലാവരും ന്യൂ ഇയർ പാർട്ടിക്ക് സെറ്റായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ദേവി കുറേ നാളുകൊണ്ട് കൊച്ചു ബേബി ദേവിയോട് ഇങ്ങനെ കപ്പ് കേക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വാങ്ങിച്ചുകൊണ്ട് കൊണ്ട് കൊടുത്ത സന്തോഷത്തിലാണ് കൊച്ചു ബേബി. ഞാൻ എന്തായാലും എല്ലാവരും എത്തിയപ്പോൾ അർജുൻ ചേട്ടനെ കൊണ്ട് ടക്കെന്ന് നമ്മുടെ പൂജപ്പുരയിലുള്ള ട്രെൻഡ്സ് ഇല്ലേ അവിടെ പോയി എനിക്ക് ഇന്നത്തെ പാർട്ടിക്ക് ഇടാനുള്ള ഔട്ട്ഫിറ്റ് അവിടെ പോയതും കിട്ടി കേട്ടോ. ഇതിനെപ്പറ്റി കുറേ കോംപ്ലിമെന്റ്സ് എനിക്ക് കിട്ടി. കുറേ പേര് എനിക്ക് ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇത് എവിടെ നിന്നാണെന്നുള്ളത്. നമ്മുടെ ട്രെൻഡ്സിൽ നിന്നാണ് ഇത് എടുത്തത് കേട്ടോ. ഒറ്റ ഒരു സൈസിൽ ഒറ്റ പീസേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ ചാടിക്കറി അങ്ങ് എടുത്തു. ഐ എം ദി സോറി ഗൈസ്. എനിക്ക് മാത്രമല്ല, കൊച്ചുവിനും അനുവിനും മനുവിനും നാദുവിനും ഒക്കെ നമ്മൾ ന്യൂ ഇയറിന് ഡ്രസ്സ് എടുത്തായിരുന്നു. ഇപ്രാവശ്യം കുട്ടികൾക്ക് മാത്രമാണ് ഡ്രസ്സ്, വലിയ ആൾക്കാർക്കൊന്നും ഡ്രസ്സൊന്നും ഇല്ല കേട്ടോ. അപ്പം നമ്മുടെ ട്രെൻഡ്സ് ഓൾമോസ്റ്റ് ഇപ്പം ഒരു 9:30 ഒക്കെ ആയിട്ടോ. അവർക്ക് 9:30 ക്ലോസിങ് ടൈമാണ്. ഇതൊന്നും നമ്മളായിരുന്നു ലാസ്റ്റ് കസ്റ്റമർ തോന്നുന്നു. അങ്ങനെ പെട്ടെന്ന് അവിടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. അനുവിനാണ് നമ്മൾ ഫസ്റ്റ് ന്യൂ ഇയർ ഗിഫ്റ്റ് കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് ഇതാ ഒരാളെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത് കേട്ടോ, ഗ്രൂം ചെയ്ത് വന്നിരിക്കുന്നത്. കണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഹാപ്പിയെ? ക്യൂട്ടായിട്ടില്ലേ? ഒരു ക്യൂട്ട് ടെഡി ബെയർ പോലെ ഉണ്ട് ഇപ്പം. ദേ ഒരാളുടെ $1 million റിയാക്ഷൻ കണ്ടോ? ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കൊച്ചേബിക്ക് സർപ്രൈസസും ഗിഫ്റ്റ്സും. അനുവിനും എഫേർട്ട്ലെസ്ലി എനിക്കൊരു ടോപ്പ് കിട്ടി കേട്ടോ. ട്രെൻഡ്സിൽ നിന്ന് നല്ല പാർട്ടി ലുക്കുള്ള ഒരു ഡ്രസ്സ് തന്നെ കിട്ടി. ദാ കൊച്ചു ഇസ് ഓൾ സെറ്റ് ഫോർ ദ ന്യൂ ഇയർ പാർട്ടി. എങ്ങനെയുണ്ട്? ജിഗാന്നിരിക്കുന്നല്ലേ ഡ്രസ്സ്? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് കേട്ടോ. ആ ഒരു ബട്ടർഫ്ലൈയും കൊച്ചുവിൻ്റെ ഹെയർ സ്റ്റൈലും ഒക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നമ്മുടെ അനു റെഡിയായി വന്നു കഴിഞ്ഞു. ഞാനും റെഡിയായി. എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഈ ഇട്ടിരിക്കുന്ന ബ്രേസ്ലെറ്റും ഇയറിങ്സ് ഒക്കെ നിങ്ങൾ അമ്മയുടെ വ്ളോഗിൽ കണ്ടു കാണും. അമ്മ എനിക്ക് ക്രിസ്മസ് ഗിഫ്റ്റ് ആയിട്ട് തന്നതാണ്. അപ്പോൾ മൊത്തത്തിൽ സെറ്റായി കേട്ടോ. ദേ നാദുവിനുള്ള ന്യൂ ഇയർ ഗിഫ്റ്റ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഗ്രാൻഡ് ആയിട്ട് 2025 നമ്മൾ വെൽക്കം ചെയ്യാണ്.
के घुंघरू टूट गए, के घुंघरू टूट गए, छोड़ के सारे शर्म और लाज, तू ऐसे हाथों से ना जिया, के घुंघरू टूट गए, के घुंघरू टूट गए. എങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ന്യൂ ഇയർ സെലിബ്രേഷൻ? ഞങ്ങൾ ഒത്തിരി എൻജോയ് ചെയ്തു കേട്ടോ. ഇത് നെക്സ്റ്റ് ഡേ ആണേ. കൊച്ചു ബേബി ഇതാ ഈ ഒരുങ്ങി റെഡിയാക്കി എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറയുന്നതിന് മുന്നേ ഇതാ ഈ ഒരു ക്യൂട്ട് കോസ്റ്റ്യൂം ചെയ്തിരിക്കുന്നത് നമ്മുടെ ചക്കപ്പഴത്തിൽ അർജുൻ ചേട്ടൻ്റെ മോനായിട്ട് അഭിനയിക്കുന്ന കണ്ണൻ്റെ അമ്മയാണ്. ഷഹാനയാണ് ഈ ഒരു കോസ്റ്റ്യൂം ഗിഫ്റ്റ് ചെയ്തത് കൊച്ചു ബേബിക്ക്. അതിൻ്റെ കൂടെ തന്നെ ഷഹാന കുറച്ച് ഹാൻഡ് മെയ്ഡ് ക്ലിപ്സും ഇങ്ങനെയൊക്കെ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിടാ ഒരു ഒക്കേഷൻ നോക്കിയിരുന്നത് ഇന്നത്തെ ദിവസത്തിന് ആപ്റ്റാണ്. അപ്പോൾ അമ്മയുടെ ബ്ലോഗ് നിങ്ങൾ ഓൾറെഡി കണ്ടു കാണും. അമ്മ ശാസ്തമംഗലത്ത് അമ്മയുടെ വീടിൻ്റെ മുകളിലൊരു ഡാൻസ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. നമ്മുടെ സ്വന്തം വീടല്ലേ, അപ്പോൾ അതൊരു പ്രത്യേക സന്തോഷമാണ്. അപ്പം ഞങ്ങൾ അതിൻ്റെ പൂജ ഇന്നാണ്. അപ്പം നമ്മൾ അതിന് വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാനും അർജുൻ ചേട്ടനും കൊച്ചും കൂടി നമ്മുടെ കല്യാണി വീടെത്തി. അവിടെ കുറേ ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. കുട്ടികൾക്ക് ഡയറക്റ്റ് ക്ലാസ്സിലോട്ട് കയറാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ആക്സസ് ഒക്കെ കൊടുത്ത് അങ്ങനെ ചെയ്തിരിക്കുവാണ്. അമ്മ നല്ല സുന്ദരിയായിട്ട് റെഡി ആയിരിക്കുന്നതൊക്കെ കണ്ടോ. അപ്പം നമുക്ക് പൂജയുടെ ചെറിയ ചെറിയ ഗ്ലിംസസ് ഒക്കെ കാണാം. ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് അമ്മയുടെ ബ്ലോഗിലുണ്ട്. അപ്പം ഞാൻ കുറച്ച് വിഷ്വൽസ് മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇവിടെ മുമ്പൊക്കെ ഒരു റാമ്പ് ആയിരുന്നു. നമ്മുടെ ഡോഗ്സിന് സ്മൂത്തായിട്ട് കയറി ഇറങ്ങാൻ പറ്റുന്ന രീതിയിൽ നമ്മളൊരു റാമ്പാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പം അതൊക്കെ മാറ്റി സ്റ്റെപ്സ് ഒക്കെ ആക്കി. ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ചേഞ്ചസ് ഒക്കെയാണ്. എന്തൊക്കെ രീതിയിൽ അവിടെ കൺസ്ട്രക്ഷൻ വർക്ക്സ് ഒക്കെ ചെയ്തു എന്നൊക്കെ ഉള്ളത് അമ്മയുടെ ബ്ലോഗിൽ അമ്മ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ എടുത്തിരിക്കുന്ന സാരി അമ്മൂമ്മയുടെയാണ് കേട്ടോ. നിങ്ങൾ ഇതിന് മുന്നേ ഉള്ള ഒരു വ്ളോഗിൽ കണ്ടു കാണും. നവരാത്രി സെലിബ്രേഷൻ സമയത്തൊക്കെ ആണ് ഞാൻ ഈ സാരി ആദ്യമായിട്ട് ഉടുക്കുന്നത്. അപ്പം നമ്മുടെ ഡാൻസ് ക്ലാസ്സിൻ്റെ പൂജയ്ക്ക് ഗ്രേസ് ചെയ്യാൻ എത്തിയത് നമ്മുടെ ഇസ്കോൺ ടെമ്പിളിലെ ജഗത് സാക്ഷി പ്രഭുവാണ്. വളരെ ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ആയിരുന്നു. നമ്മുടെ ഹരേ കൃഷ്ണ ഭജനും പ്രഭുവിൻ്റെ സംഭാഷണവും ഒക്കെ ഒത്തിരി നല്ലതായിരുന്നു. ഇത് അമ്മയുടെ പൂച്ചക്കുട്ടിയാണ് കേട്ടോ. ഈ പൂച്ച ഭയങ്കര കോമഡിയാണ്. അതിന് ഭയങ്കര അമ്മയെ മാത്രമേ ഇഷ്ടമുള്ളൂ, ബാക്കി എല്ലാവരും പേടിയാണ്. പൂച്ചയും അമ്മയും കൂടെ അതായിരുന്നു പീക്കപ്പ് കളിച്ചുകൊണ്ടിരിക്കുവാണ്. ഈ വീട്ടിൽ നിന്ന് ഇതാ ഒരു വീട്ടിലേക്കുള്ള നോട്ടം വല്ലാത്തൊരു നെഞ്ചുവേദന തന്നെയാണ് കേട്ടോ. പക്ഷെ എനിക്കിപ്പോഴും അങ്ങോട്ട് അമ്മൂമ്മ ആ ബാൽക്കണിയിൽ നിന്ന് നോക്കി കൈ കാണിക്കുന്നില്ലല്ലോ എന്നുള്ളൊരു വലിയൊരു വിഷമം തന്നെയാണ്. അങ്ങനെ സെക്കൻഡ് ഡേ ഇവിടെ തീർന്നു. ഇത് തേർഡ് ഡേ ആണ്. ആക്ച്വലി ഭയങ്കര സംഭവബഹുലമായിട്ട് ഇപ്പോൾ ഒന്നും സംഭവിക്കുന്നില്ല. ജസ്റ്റ് നമ്മുടെ ഡോഗ്സും കൊച്ചുബേബിയൊക്കെ ആയിട്ടുള്ള ഞങ്ങളൊരു ഈവനിങ് ടൈമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കമൻസ് ഒക്കെ ഞാൻ വായിച്ചായിരുന്നു. എൻ്റെ വീഡിയോയിൽ ഈ പെറ്റ്സുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു വിഷ്വൽസ് ഒക്കെ കാണാൻ നിങ്ങൾ ഒത്തിരി ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇത് ഇൻക്ലൂഡ് ചെയ്തത് കേട്ടോ. ജസ്റ്റ് ഒരു ഈവനിങ് ടൈം എല്ലാവരെയും അവരുടെ ആക്ടിവിറ്റീസ് അവരെ കളിപ്പിക്കുന്നതും അങ്ങനെയൊക്കെ. പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഇന്നത്തെ ദിവസമാണ് എൻസോയെ ആദ്യമായിട്ട് ചാർലി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എൻസോ ഇതുവരെ അങ്ങനെ വിട്ടിട്ടില്ലായിരുന്നു ചാർലിയുടെ കൂടെ. എൻസോയ്ക്ക് ഒരു പുതിയ ഡോഗിനെ അക്സെപ്റ്റ് ചെയ്യാൻ നല്ല സമയമെടുക്കും. അതുകൊണ്ട് നമ്മൾ ലീഷിൽ എൻസോയെ ഇറക്കിയിട്ട് പതുക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മളെല്ലാം സത്യം പറഞ്ഞാൽ ഇതെല്ലാം അർജുൻ ചേട്ടനാണ്. ഞാൻ ചുമ്മാ ശിങ്കിടിയെ പോലെ കൂടെ നിൽക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. എന്നെ കൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് പട്ടിക്ക് ഫുഡ് കൊടുക്കാൻ പറ്റും, കുളിപ്പിക്കാൻ പറ്റും, അങ്ങനെയൊക്കെ ഉള്ളൂ. ഇതിൻ്റെ ഈ ട്രെയിനിങ്ങും ബിഹേവിയറൽ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് അർജുൻ ചേട്ടനാണ്. പിന്നെ ഇന്നത്തെ ദിവസം മനുവിൻ്റെ 2 ഫ്രണ്ട്സും വന്നിട്ടുണ്ടായിരുന്നു. അവരുള്ളതുകൊണ്ട് കുറേ വർക്കൗട്ട് കിട്ടി കേട്ടോ നമ്മുടെ ഡോഗ്സിന്. അതും പറയണല്ലോ, കുറേ ഓടി കളിപ്പിച്ചായിരുന്നു, ബോളും ഫെച്ചൊക്കെ കളിപ്പിച്ചായിരുന്നു.
ഇന്നത്തെ ദിവസം എൻഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സർപ്രൈസിൽ എൻഡ് ചെയ്യുന്നത് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കേട്ടോ. ഉണ്ടെങ്കിലേ വണ്ടി ഓടിക്കുള്ളൂ എന്ന് ഉള്ള എൻ്റെ ആ നാടകത്തിന് ശേഷമുള്ള പുതിയ നാടകമായിരുന്നു കോമറ്റ് കിട്ടിയാലേ ഞാൻ ഈ വണ്ടി ഓടിക്കുള്ളൂ എന്നുള്ളത്. അത് അർജുൻ ചേട്ടൻ ഇങ്ങനെ കൊണ്ടുതരുമെന്ന് ഞാൻ പ്രതീക്ഷയില്ല കേട്ടോ. രാത്രി 3 മണിക്ക് വണ്ടി കൊണ്ടുവന്നിട്ട് എടുത്ത് ഓടിച്ചോ, കോമറ്റ് ഇനി സൗഭാഗ്യക്കുള്ളതാണെന്ന്. ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയട്ടെ, എൻ്റെ കിളിയൊക്കെ പോയി. ഇനി വണ്ടി ഓടിക്കണമല്ലോ എന്നുള്ളതാണ് എൻ്റെ ഒരു ടെൻഷനെ. ഇത് കുട്ടൻ്റെ വണ്ടിയാണ് നമ്മൾ എടുത്തേക്കുന്നത്. ആ മഞ്ഞ ഷർട്ടാണ് കുട്ടനും ശംഭുവും കൊച്ചുബേബിയുടെ ഫേവററ്റ് 2 വ്യക്തികളാണ്. അപ്പം കാറൊക്കെ കൊണ്ടുതന്ന് നമ്മൾ റൈഡൊക്കെ പോയി ആ സന്തോഷത്തിൽ നമ്മൾ പീസ ഒക്കെ ഓർഡർ ചെയ്ത് വാലാട്ടി സിനിമ കണ്ടുകൊണ്ട് നമ്മുടെ പട്ടിക്കുട്ടികളായിട്ടിരുന്ന് നമ്മൾ അന്നത്തെ ഡേ അങ്ങ് വൈൻഡപ്പ് ചെയ്യുവാണ്. ഇത് നെക്സ്റ്റ് ഡേ ആണ്. ഇന്ന് ഒരു പ്രശ്നം എന്താണ് പറ്റിയതെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഡോഗ്സിന് കുറെ നാളായിട്ട് ജലദോഷം നിൽക്കുവാണ്. അപ്പൊ ആദ്യം എൻസോയ്ക്കാണ് ഈ കെനൽ കഫ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്തത്. എൻസോ എടുത്തുനിന്ന് പിന്നെ ലൈക്കൊക്കെ കിട്ടി, ലൈക്ക് ചെയ്യുന്നതായി ഇപ്പൊ റാഡോയ്ക്ക് കിട്ടി, അങ്ങനെ നിൽക്കുവാണ്. അപ്പൊ റാഡോയ്ക്ക് കുറച്ച് സിവിയർ ആയിട്ട് തന്നെ വന്നു. മുക്കിന്നൊക്കെ ഭയങ്കര ഡിസ്ചാർജ് ഉണ്ട്, ചുമയുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ ഡോക്ടറിന്റെ അടുത്തോട്ട് കൊണ്ടുപോയി. കണ്ടോ, ഇന്നലെ വണ്ടി വന്നതിന് ശേഷം പിന്നെ വണ്ടിയെ കൊണ്ട് ആവശ്യമാണ് കേട്ടോ, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അമ്മ എൻ്റെ വീട്ടില് ഉഴിച്ചിലിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അമ്മ ആദ്യമായിട്ട് കണ്ട് സർപ്രൈസ് ആയി ഈ വണ്ടി. അമ്മ ജസ്റ്റ് ഒന്ന് അവിടെ ഓടിച്ചു നോക്കി. അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ വണ്ടി. അതിനുശേഷം അന്ന് ഈവനിങ് എനിക്ക് എൻ്റെ ഗ്ലൂട്ടയുടെ 5th ഷോട്ട് ഇന്ന് ടൈമാണ്. ഇത് 5ാമത്തെ സെഷനാണ് എടുക്കുന്നത്. അപ്പം അതിനായിട്ട് ഞങ്ങൾ ശാസ്തമംഗലം സ്പോട്ട്ലെസ് സ്കിൻ ക്ലിനിക്കിലോട്ട് പോവാണ്. അപ്പോൾ ഇതുകൊണ്ട് ഒത്തിരി ബെനിഫിറ്റ്സ് ആണ് എനിക്ക് കിട്ടിയത്. എൻ്റെ സ്കിന്നിൻ്റെ ആ ഒരു ടെക്സ്ചറൊക്കെ നല്ല വ്യത്യാസമുണ്ട്. സ്കിൻ നല്ല ഗ്ലോ ചെയ്യുന്നുണ്ട്. നല്ല രസമായിട്ട് ഉള്ള ഒരു ഇതെനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അർജുൻ ചേട്ടന് ട്രെമൻഡസ് ചേഞ്ച് ആണ്. അർജുൻ ചേട്ടൻ്റെ കളർ നല്ലോണം ചേഞ്ച് ആയിട്ടുണ്ട്, നല്ലോണം ലൈറ്റനായിട്ടുണ്ട്, നല്ലോണം ബ്രൈറ്റനും ആയിട്ടുണ്ട്. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് കോമറ്റ് ഓടിച്ചുകൊണ്ട് വരുന്ന എന്നെ വീഡിയോയിൽ ഒപ്പിയെടുക്കാനായിട്ട് ഉണ്ണിക്കുട്ടൻ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. ഉണ്ണിക്കുട്ടൻ നമ്മുടെ ഫോട്ടോഗ്രാഫർ അനുജിത്താണ് കേട്ടോ. അതാ ഞാൻ ആ വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്ന ദൃശ്യമാണ് നിങ്ങൾ ആ കാണുന്നത്. അപ്പോൾ കോമറ്റ് എടുത്തതിൻ്റെ ചെലവ് വേണം എന്ന് അനുജിത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനുജിത്ത് തന്നെ ഒരു സ്പോട്ട് എനിക്ക് കാണിച്ചു തന്നു. ആക്ച്വലി ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര വൈറലായ ഒരു സ്ഥലമാണ് കേട്ടോ. ഹോട്ടൽ ഗൗരി കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ SP ഫോർട്ട് ഹോസ്പിറ്റൽ അവിടെ ആ ഭാഗത്ത് എവിടെയോ ആയിട്ട് വരും കേട്ടോ. എനിക്ക് കൃത്യമായിട്ട് വഴി പറഞ്ഞാൽ അറിഞ്ഞുകൂടാ അവിടെ. അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകാൻ പ്ലാൻ ഇട്ടു. നേരെ അവിടെ പോയിട്ട് അവിടുത്തെ ഫേമസ് ഒരു സെറ്റ് ദോശ എന്ന് പറഞ്ഞ സംഭവമാണ്. അപ്പോൾ നമ്മൾ സെറ്റ് ദോശ ഓർഡർ ചെയ്തു. പിന്നെ ഒരു ചെട്ടിനാട് പൊറോട്ട ഓർഡർ ചെയ്തു. പിന്നെ അർജുൻ ചേട്ടൻ ഒരു റാഗി ദോശയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചെട്ടിനാട് പൊറോട്ട ആയിരുന്നു. സെക്കൻഡ് സെറ്റ് ദോശ. പിന്നെ ഒരു ഇഡ്ഡലിയുടെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫ്രൈഡ് ഇഡ്ഡലിയോ, അത് ആവറേജ് ആയിരുന്നു. ആക്ച്വലി എൻ്റെ അമ്മയ്ക്ക് അല്ലെങ്കിൽ അർജുൻ ചേട്ടൻ്റെ വീട്ടിലുള്ള മെമ്പേഴ്സിനെ എടുത്ത് നോക്കിയാലും എല്ലാവർക്കും ഡ്രൈവിംഗ് ഭയങ്കര ക്രേസ് ആണ് കേട്ടോ. എല്ലാവരും വളരെ പാഷനേറ്റ് ആയിട്ടാണ് ഒരു വണ്ടി ഓടിക്കുന്നത്. എനിക്ക് ഇതുവരെയായിട്ട് എനിക്ക് വണ്ടി ഓടിക്കണം എന്ന് പറഞ്ഞൊരു പ്രാന്തൊന്നും എനിക്ക് തോന്നിയിട്ടേ ഇല്ല കേട്ടോ. എനിക്കൊരു നെസസിറ്റി ആയിട്ട് പോലും തോന്നിയിട്ടില്ല. പലരും ഇങ്ങനെ ഒരു വാശിക്കൊക്കെ പോയി ഡ്രൈവിംഗ് പഠിക്കില്ല. എനിക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷനും ഉണ്ടായിട്ടില്ല. ഞാനൊന്നെങ്കിൽ ഓട്ടോ എടുത്ത് പോകും, അല്ലെങ്കിൽ യൂബർ എടുത്ത് പോകും, അല്ലെങ്കിൽ ആരത്തിനെങ്കിൽ കൊണ്ടാക്കാൻ പറയും. എനിക്ക് അതിലൊന്നും യാതൊരു അഭിമാന പ്രശ്നമേ ഇല്ല കേട്ടോ. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എനിക്ക് ഡ്രൈവിംഗ് ചെയ്യണം എന്ന് തോന്നാത്തത്. അപ്പൊ ഞാൻ ചുമ്മാ ഓരോ മുടന്ന ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. ആ കാർ ഉണ്ടെങ്കിൽ ഓടിക്കാം, ഈ കാർ ഉണ്ടെങ്കിൽ ഓടിക്കാം. ഇതുവരെ പറഞ്ഞ 2 കാർ എറിഞ്ഞിട്ട് കൊണ്ട് തന്നു കളഞ്ഞു എൻ്റെ കയ്യിൽ. അതുകൊണ്ട് ഇനി ആ റീസൺ ഒന്നും പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റൂല. ഈ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ ഈ പറഞ്ഞ സിൽവർ പ്ലേ ബട്ടൺ പോലെ മതിൽ തൂക്കിയിടേണ്ട ഒരു സംഭവം അല്ലല്ലോ. എന്തായാലും അവിടെ നിന്ന് ഞങ്ങൾ നേരെ മരപ്പാലത്തുള്ള റോഷോ ചോക്ലേറ്റ്സിലോട്ട് വന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വ്ളോഗ് കാണുന്നവർക്ക് എല്ലാവർക്കും അറിയായിരിക്കും സിംകിയെ. എനിക്ക് ആക്ച്വലി ഈ സ്ട്രോബെറിയിൽ ചോക്ലേറ്റ് ഒഴിച്ച് ആ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് കിഡിലൻ സാധനമാണ്. ഇതിന് മുന്നേ ഉള്ള എൻ്റെ വ്ളോഗ്സ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇത്തവണ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കൂ. ഇത് മരപ്പാലത്താണ്. ഇവരുടെ ഷോപ്പ് വിസിറ്റ് ചെയ്തിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. യു വിൽ ജസ്റ്റ് ഫോൾ ഇൻ ലവ് വിത്ത് ദ ഡെസേർട്ട്സ്. അത്രയ്ക്കും അടിപൊളി സാധനങ്ങളാണ് ഇവിടുത്തെ. ബ്രൗണീസ്, ബ്ലോണ്ടീസ്, ഈ ചോക്ലേറ്റ് സ്ട്രോബെറി, ഇതൊക്കെ ഭയങ്കര കിടിലൻ ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പം അനുജിത്തിൻ്റെ ചേട്ടത്തി അമ്മ പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ പുള്ളിക്കാരിക്ക് അനുജിത്ത് കുറച്ച് സ്വീറ്റ്സ് വാങ്ങിക്കണമായിരുന്നു. അങ്ങനെയാണ് നമ്മൾ മെയിനായിട്ട് ഇവിടെ വന്നപ്പോൾ സിംകിയുടെയും ജോഷ്വിൻ്റെയും വെഡ്ഡിങ് ആണ്. ആ വെഡ്ഡിങ് കാർഡൊക്കെ തന്ന് ഇൻവൈറ്റ് ചെയ്തു. ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ നേരെ എൻ്റെ അമ്മ, ഞാൻ പറഞ്ഞില്ലേ രാവിലെ ജസ്റ്റ് ഒന്ന് വീട്ടിലൊന്ന് ഓടിച്ച് നോക്കിയുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അമ്മയ്ക്ക് ഒരു റൈഡ് പോകണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അമ്മയും പിക്ക് ചെയ്ത് ഞങ്ങൾ കോമറ്റിൽ ഒരു റൈഡ് പോകാനായിട്ട് ഡിസൈഡ് ചെയ്തു. ഞങ്ങൾ ആദ്യം പോയത് പാളയത്തെ ഹാജി അലിയിലാണ് കേട്ടോ. ഈ ഹാജി അലി ഞങ്ങൾക്ക് ഒരു നൊസ്റ്റാൾജിക് സ്പോട്ടാണ്. എൻ്റെയും അർജുൻ ചേട്ടൻ്റെയും അമ്മയുടെയും സ്ഥിരം സ്പോട്ടായിരുന്നു. പിന്നീട് നമുക്ക്
ടൈമിംഗ് ക്ലാഷ് ഉണ്ട്. ഞങ്ങൾ രാത്രിയാണ് ആക്റ്റീവ് ആവുന്നത്, അമ്മ രാത്രി നേരത്തെ കിടന്നുറങ്ങും. അങ്ങനെയാണ് നമ്മളുടെ ഔട്ടിങ്സ് കുറച്ച് സത്യം പറഞ്ഞാൽ കുറഞ്ഞു പോയത്. അപ്പോൾ ഇന്ന് കുറേ നാൾക്ക് ശേഷം അമ്മ ഞങ്ങൾക്ക് വേണ്ടി കോംപ്രമൈസ് ചെയ്ത് രാത്രി ഇറങ്ങി കേട്ടോ. രാത്രി ഇറങ്ങിയെന്ന് പറഞ്ഞാൽ രാത്രിയല്ല, വെളുപ്പിന് ഒരു 3-4 മണി വരെ അമ്മ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഹാജിയിൽ നിന്ന് നേരെ ശംഖുമുഖത്തോട്ടാണ് പോയത്. അതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ആക്ച്വലി നമ്മൾ ആ മൊമെന്റ് എൻജോയ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഷൂട്ട് ചെയ്യുന്ന കാര്യം വിട്ടുപോയി. അപ്പോൾ ശംഖുമുഖം നിങ്ങൾ വിചാരിക്കും ഇതെന്താ മാറി മാറി ഓരോ ഹോട്ടലിൽ പോയി നമ്മൾ ചായ കുടിക്കണം. അങ്ങനെയല്ല, ഹാജിയിൽ കഴിച്ചിട്ട് പിന്നെ ശംഖുമുഖത്ത് പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴി നമ്മൾ കഫേയിൽ കയറി ചായയൊക്കെ കുടിച്ചിട്ടാണ് ആ ഡേ വൈൻഡ് അപ്പ് ചെയ്തത്. ഇത് നെക്സ്റ്റ് ഡേ ആണ്. നെക്സ്റ്റ് ഡേ ആയപ്പോഴത്തേക്ക് ശുഭം കെനൽ കഫ് എല്ലാവർക്കും സ്പ്രെഡ് ആയിട്ടുണ്ട്. ഇതായപ്പോൾ ഹാപ്പിക്കും തുടങ്ങിയിട്ടുണ്ട്. ഹാപ്പിക്ക് ഭയങ്കര ചുമയായിരുന്നു, രാത്രി എന്നെ ഉറക്കിയിട്ടില്ല. അപ്പം നമ്മളുടെ ആ റാഡോയെയും ഹാപ്പിയെയും ഈ ജലദോഷത്തിന്റെ ആന്റിബയോട്ടിക് ട്രീറ്റ്മെന്റ് വേണ്ടി കൊണ്ടുപോവാണ്. ചാർലിയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ചാർലിക്ക് കൈയുടെ നഖം വല്ലാണ്ടങ്ങ് വളർന്ന്, അതായത് അതിൻ്റെ അകത്തുള്ള ഫ്ലഷും വല്ലാതെ അങ്ങ് വളർന്നു പോയി. അതുകൊണ്ട് അത് കട്ട് ചെയ്യുന്ന കുറച്ച് ടാസ്ക് ആണ്. അപ്പം മെനക്കെട്ട് കട്ട് ചെയ്യിക്കാൻ വേണ്ടിയും കൂടിയാണ് ചാർലിയെ കൊണ്ടുവന്നേക്കണത്. എന്നാലേ ചാർലിക്ക് പ്രോപ്പറായിട്ട് നടക്കുകയും ഓടൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇതെല്ലാം കഴിഞ്ഞ് അന്നത്തെ ഡേ വൈൻഡപ്പ് ആവാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ആളുടെ ബർത്ത്ഡേ ആണ്. ആരുടെയാന്ന് മനസ്സിലായോ? മറ്റാരുടെയല്ല, നമ്മുടെ വിദ്യയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അത് നമ്മളെല്ലാവരും കൂടെ ഫാമിലി ആയിട്ട് കേക്കൊക്കെ കട്ട് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്താണ് അന്നത്തെ ഡേ വൈൻഡപ്പ് ആവുന്നത്. ഞാൻ വിചാരിച്ചു അവിടെ ഡേ വൈൻഡപ്പ് ആയിരുന്നില്ല കേട്ടോ. നമ്മളതിന് ശേഷം രാത്രി നമ്മുടെ സ്ഥിരം സ്ഥലമല്ലേ പനാമ സ്ട്രീറ്റ്, ഇസ്താംബുൾ, ശംഖുമുഖത്തുള്ള അവിടെ പോയി ജ്യൂസ് പനീർ എല്ലാം കഴിച്ചിട്ടാണ് നമ്മുടെ ഡേ വൈൻഡപ്പ് ആവുന്നത്. ഇത് നെക്സ്റ്റ് ഡേ ആണ്. ഇതാണ് ലാസ്റ്റ് ഡേ ഓഫ് ദിസ് വീക്ക്ലി ബ്ലോഗ്. നമ്മളുടെ സ്റ്റുഡൻസ് വീണ്ടും അരങ്ങേറ്റത്തിന് വേണ്ടി ഫുൾ സെറ്റാണ്. നെക്സ്റ്റ് ഒരു ജാനുവരി 18-19 ടൈമിൽ ഇവരുടെ അരങ്ങേറ്റം ഉണ്ടാവും. 2 ബാച്ചാണ് അരങ്ങേറ്റം ചെയ്യുന്നത്, ഒന്ന് മോഹിനിയാട്ടവും പിന്നെ ഭരതനാട്യവുമായിട്ട്. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസും റിഹേഴ്സൽസും ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. വളരെ നന്നായിട്ട് പോകുന്നു. അതിൻ്റെ ഒരു ചെറിയൊരു ഇതൊക്കെ ഉണ്ടല്ലോ, ടെൻഷൻ, സ്ട്രെസ്സ് ഇങ്ങനെയൊക്കെ ആയിട്ട് പൊക്കോണ്ടിരിക്കുന്നു കേട്ടോ. കുട്ടികൾക്കും അത് ഒരു എക്സൈറ്റ്മെൻറ്റും അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മുടെ വീക്ക്ലി ബ്ലോഗ് ഈ ഒരു പോർഷനിലാണ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ബ്ലോഗ്സിൽ ഇവരുടെ കൂടുതൽ അരങ്ങേറ്റം ഡീറ്റെയിൽസ്, പിന്നെ നമ്മുടെ വണ്ടി പൂജിക്കാൻ ഇതുവരെ കൊടുത്തിട്ടില്ല, അത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനി അടുത്ത ബ്ലോഗിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു വീക്ക്ലി ബ്ലോഗ് നിങ്ങൾ എൻജോയ് ചെയ്തോ? നിങ്ങളുടെ ന്യൂ ഇയർ അടിപൊളിയായിട്ട് പോകുന്നുണ്ടോ? നമുക്ക് വേറെ വീഡിയോ ആയിട്ട് കാണാം. ലവ് യു ഗൈസ് സോ മച്ച്. 2025 1 million അടിക്കണ്ടേ ഗൈസ്? പ്ലീസ് ഹെൽപ്പ് മീ, പ്ലീസ് സപ്പോർട്ട് മീ, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു, ബൈ.